ക്രിസ്തുവാണ് പറയുന്നത്, മഹത്വത്തിന്റെ ശരീരത്തോട് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ അനുരൂപമായി. അപ്പോ മഹത്വത്തിന്റെ ക്രിസ്തു അകത്തു വരണം, മഹത്വത്തിന്റെ ആത്മാവ് അകത്തു വരണം. ഇത് രണ്ടും അകത്തു പ്രാപിക്കേണ്ട കാര്യമാണ്. ഇത് രണ്ടും അകത്തു പ്രാപിച്ചാൽ മൂന്നാമത്തെ കാര്യം, ഈ താഴ്ചയുള്ള ശരീരത്തെ എന്ത് ചെയ്യുന്നു? മഹത്വമുള്ള ശരീരമാക്കി തീർക്കുന്നു. എങ്ങനെ ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാം? കാശ് കൊടുത്താൽ കിട്ടത്തില്ല. ഹല്ലേലൂയ. ഒരു കർമ്മം കൊണ്ട് സാധ്യമല്ല. ഈ അവസ്ഥയിലൂടെ വന്നാൽ മാത്രമേ ഈ മഹത്വം പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം പറഞ്ഞല്ലോ, ഈ താഴ്ചയുള്ള ശരീരത്തെ എന്താക്കുന്നു? അവന്റെ മഹത്വമുള്ള ശരീരം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും, ആ ദിവസം ആ മഹത്വത്തിന്റെ ശരീരം വാനഭൂമിയിൽ അല്ലെങ്കിൽ മേഘാരൂഢനായി വെളിപ്പെടുന്ന നാളിൽ എൻ്റെ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരാക്കുമെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? കരമേർത്ത് ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. മറുപടിച്ചാലുകാരോട് എന്നോട് ക്ഷമിക്കണമേ. എത്ര കൊല്ലുവാനും എത്ര ഒതുക്കുവാനും ശ്രമിച്ചാൽ ഇതിൻ്റെ അകത്തൊരു മഹത്വമുള്ളത് കൊണ്ട് ഈ ശരീരത്തെ ഒതുക്കാനേ കഴിയത്തുള്ളൂ. ഇതിനെ ഒതുക്കാൻ നോക്കിയവരെ ഒതുങ്ങിയിട്ടുള്ളൂ. ഈ മാർഗം ഒതുങ്ങിയിട്ടില്ല. ഇത് മഹത്വത്തിൻ്റെ മാർഗമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് പറയുന്ന എന്നെ ഒറ്റ വെട്ടിന് നിങ്ങൾക്ക് നുറുക്കാനായിട്ട് കഴിയും. പക്ഷേ ഇതിനകത്ത് വെളിപ്പെട്ട മഹത്വത്തിൻ്റെ ക്രിസ്തുവിനെ നിങ്ങൾക്ക് തൊടുവാനായിട്ട് കഴിയത്തില്ല. അവൻ നിങ്ങളെ തൊട്ടാൽ നിങ്ങളുടെ ജീവിതം മാറുവാനായിട്ട് ഇടയാകും. ഒടിച്ചു പോകട്ടെ. മഹത്വത്തിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഈ താഴ്ച നമുക്കറിയാവുന്ന പോലെ പനി വന്നാൽ താഴും, ഇല്ലേ? പ്രസംഗിക്കുന്ന ഞാനും കുറേ ദിവസങ്ങളായിട്ട് ശരീരം മുഴുവൻ വേദനയും ദേഹം മുഴുവൻ അസ്വസ്ഥതയും ജലദോഷവും ഒച്ചയടപ്പൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഇതങ്ങോട്ട് താഴ്ന്നു തുടങ്ങി. പതുക്കെ ഇതിൻ്റെ എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനമൊക്കെ കുറഞ്ഞ് താഴ്ന്നു തുടങ്ങി. അപ്പോഴാണ് പറയുന്നത്, ഇതിനകത്ത് മഹത്വത്തിൻ്റെ ക്രിസ്തു ഉണ്ടെങ്കിൽ, ഇതിനകത്ത് മഹത്വത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ എന്താ വായിച്ചതോ, അവൻ ഈ താഴ്ചയുള്ളതിനെ എന്താക്കും? മഹത്വമുള്ളതിനോട് തുല്യനാക്കും. അതുകൊണ്ട് ആ റോമാലേഖന 8-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നതോ, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവോ നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ചുമ്മാ ഉപ്പ പരിപാടിയല്ല തിരുവെഴുത്ത് എന്ന് പറയുന്നത് കേട്ടോ. അകത്ത് വസിക്കുന്ന ആത്മാവിനെ കൊണ്ട. ഹല്ലേലൂയ. ഈ ആത്മാവിന്റെ ശ്രേഷ്ഠത ഒരു ഉദാഹരണം പറഞ്ഞു. യേശു ക്രിസ്തുവിനെ മരിച്ചവരിടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നോക്കോ. ആ ദൈവത്തിന്റെ ആത്മാവ്, മഹത്വത്തിന്റെ ആത്മാവ്, മഹത്വത്തിന്റെ ക്രിസ്തു വസിക്കുന്ന മഹത്വത്തിന്റെ ജീവന്റെ നായകനായ ക്രിസ്തുവിന്റെ അടയാളിയായ നമ്മുടെ ഉള്ളിൽ ഈ മഹത്വത്തിന്റെ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ, ഈ മഹത്വത്തിന്റെ ആത്മാവ് ഒരു നാളിൽ ഈ താഴ്ചയുള്ള ശരീരത്തെ അവനോടുകൂടെ ഉയർപ്പിച്ച് മഹത്വത്തിലേക്ക് ചേർക്കുവാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ക്യാൻസറിനെ പേടിക്കണ്ട. വന്നാൽ തട്ടിപ്പോവും, അത്രേ ഉള്ളൂ. പേടിക്കണ്ട. ക്യാൻസർ വന്നാൽ ചത്തുപോകും, അത്രേ ഉള്ളൂ. ഹാർട്ട് അറ്റാക്ക് വന്നാൽ ചത്തുപോകും, അത്രേ ഉള്ളൂ. പക്ഷേ അടക്കിയാലും അടക്കിയില്ലേലും ഈ താഴ്ചയുള്ള ശരീരം മഹത്വത്തിന്റെ രാജാവ് വെളിപ്പെടുന്ന നാളിൽ ഈ മഹത്വത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നമ്മെ എന്ത് ചെയ്യും? അവനോടുകൂടെ ഉയർപ്പിക്കും. ഞാൻ വാക്ക് പാലിക്കണമല്ലോ. 4-ാമത്തെ കാര്യം കൂടെ പറയട്ടെ. ഈ മഹത്വം എങ്ങനെ പ്രാപിക്കാം? ഒറ്റ വാക്യം കൂടെ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യം മുതൽ വേഗം വായിച്ചാട്ടെ. 21 മുതൽ 24 വരെ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം, പ്രൈസ് ദി ലോർഡ്, എന്താ കൊടുത്തിരിക്കുന്നത്? ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ കേൾക്കണേ, സുവിശേഷത്തിന്റെ സത്യം ഇതാ. യേശു പറയും, ഞാൻ കൊടുത്തത് എന്താണ്? എൻ്റെ മഹത്വം, അല്ലേ? നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം
നോക്ക്, യേശുവിൻ്റെ കയ്യിലുള്ള രോഗശാന്തിയും ഭൂതശാന്തിയും അപ്പം കൊടലിയും എല്ലാ പരിപാടി അനുഭവിച്ച ജനത്തോടല്ല യേശു ഇപ്പം പറയണതോ, അവനിൽ വിശ്വസിച്ചോ അവനെ മാത്രം അനുഗമിപ്പാൻ മഹത്വത്തിൻ്റെ ക്രിസ്തു അകത്ത് വസിക്കുന്ന പത്രോസിനോടും കൂട്ടരോടും മാത്രമാണ് അവർ കൂടെ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇനി വായിച്ചേ, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞരായി ഇരിക്കേണ്ടതിന് തന്നെ. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിനും. കുറിച്ചെടുത്തോ, ആര് കാണേണ്ടതിനാ? പറ. നീ എനിക്ക് തന്നിട്ടുള്ളവർ, നാട്ടുകാരല്ല, ക്രിസ്ത്യാനികളല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന്. ആമേൻ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. മതി. വായിച്ച വാക്യത്തിന്റെ രത്ന ചുരുക്കം മനസ്സിലായല്ലോ. മഹത്വത്തിന്റെ രാജ്യത്തിൽ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ എന്താകണം? അപ്പോ നാലാമത്തെ കാര്യം, അതിന്റെ ഒടുവിലത്തെ പൂർത്തീകരണം പറയുകയാ. മഹത്വം എവിടെ പ്രാപിക്കാം? അവന്റെ മഹത്വത്തിന്റെ രാജ്യത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിന്റെ ക്രിസ്തു അകത്തു വന്നു. മഹത്വത്തിന്റെ ആത്മാവ് അകത്തു വസിച്ചാൽ മഹത്വത്തിന്റെ ശരീരം ലഭിക്കും. മഹത്വത്തിന്റെ ശരീരം ലഭിച്ചാൽ ആ മഹത്വത്തിന്റെ ഒരു രാജ്യമുണ്ടോ? യേശുവും പിതാവും ഒന്നായിരിക്കുന്ന ആ രാജ്യമാണ് മഹത്വത്തിന്റെ രാജ്യം. ആ മഹത്വത്തിന്റെ രാജ്യത്തിൽ അവർ ഒന്നായിരിക്കുന്ന പോലെ മഹത്വത്തിന്റെ ആത്മാവും ശരീരവും പ്രാപിച്ച നാം അവരോടുകൂടെ മഹത്വ രാജ്യത്തിലേക്ക് മാറ്റപ്പെടുവാനാണ് ഇടയാകും. എന്തിനാ സുവിശേഷം അറിയിച്ചു വിളിക്കുന്നത്? ഹലോ, സൈക്കിള് കൊണ്ടുപോവാ കാറ് തരാമെന്ന് പറഞ്ഞല്ല വിളിച്ചത്. മനസ്സിലാവുന്നവരുണ്ടോ? ക്യാൻസർ രോഗി വായ്പ വിടുതൽ നൽകാമെന്ന യേശു ആരെയും വിളിച്ചിട്ടില്ല. ഒരപ്പോസ്തലന്മാരെ വിളിച്ചിട്ടില്ല. വിളിച്ചത് ഒരൊറ്റ വാക്യം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, സുവിശേഷത്തിന്റെ സവിശേഷത മരോട്ട് വെച്ചാൽ ജനം തിരിച്ചറിയണം. സകലരും തിരിച്ചറിയണം. എന്തിനാണ് സുവിശേഷ ഘോഷണത്താൽ ഈ രക്ഷയിലേക്ക് വിളിച്ചിരിക്കുന്നത്? ഒറ്റ വാക്കിന് ഉത്തരം ഞാൻ പറഞ്ഞു. വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ. എങ്ങനെ മഹത്വം പ്രാപിക്കാം? ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നോ, മഹത്വത്തിന്റെ ക്രിസ്തു ഒരു വ്യക്തിയിൽ വസിക്കുന്നതിലൂടെ. രണ്ട്, മഹത്വത്തിന്റെ ആത്മാവ് ആ മഹത്വത്തിന്റെ ക്രിസ്തു വസിക്കുന്നതിലൂടെ. മൂന്ന്, മഹത്വത്തിന്റെ ആത്മാവിനെ നടത്തപ്പെടുന്നവർ മഹത്വമുള്ള ശരീരം പ്രാപിക്കുവാനിടയാകും. അവർ മാത്രം അത് പ്രാപിക്കും. ഒടുവിൽ ഈ മഹത്വത്തിന്റെ ശരീരം പ്രാപിച്ചവരെല്ലാവരും മഹത്വത്തിന്റെ രാജാവ് ഭരിക്കുന്ന മഹത്വത്തിന്റെ രാജ്യത്തിൽ അവന്റെ കൂടെ ഒരുമിച്ച് വാഴും. ഒരു പറഞ്ഞതുപോലെ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ നാം കാണുന്നവരാകൊണ്ട് എന്താകുന്ന വായിച്ചതോ അവനോട് വാക്യം പറ സാദൃശ്യം. മനസ്സിലാവുന്ന സഹോദരങ്ങളെ, ക്യാൻസർ പിടിച്ചതും ഹാർട്ട് അറ്റാക്ക് പിടിച്ചതും നടുവേദനയും കാലുവേദനയും വയറുവേദനയും എല്ലാ വേദനകളുമുള്ള ഈ സാധനം എന്താകുന്ന വായിച്ചതോ മഹത്വത്തിന്റെ രാജാവിനോട് സാദൃശ്യമായി തീരുവാനാണ് ഇടയാകും. ഇന്ന് രാത്രി തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. എനിക്ക് തന്ന സമയം ഞാൻ അവസാനിപ്പിക്കട്ടെ. സുവിശേഷത്തിന്റെ സവിശേഷത ഒരൊറ്റ നിമിഷം കൊണ്ട് പറഞ്ഞങ്ങ് തീർത്തുന്നു മാത്രമേ ഉള്ളൂ. സമയത്തിന്റെ കുറവ് വളരെയധികം വന്നതുകൊണ്ട് നിങ്ങൾ സദയം ക്ഷമിക്കണം. ആദ്യം ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ മറക്കല്ലേ. മഹത്വത്തിന്റെ ക്രിസ്തുവാണ് ആദ്യം നമ്മുടെ അകത്തു വരേണ്ടതും. ഒന്നുകൂടി പറയട്ടെ, എന്തിനു വേണ്ടിയായി സുവിശേഷ ഘോഷണം നടത്തിയതും? യേശുവിലേക്ക് വാ എന്ന രക്ഷയിലേക്കുള്ള വിളി എന്തിനു വേണ്ടിയാ? ലോകത്തിൽ ഒന്നും തരാമെന്നാൽ പറഞ്ഞല്ല.
മഹത്വത്തിന്റെ ക്രിസ്തു അകത്തുണ്ടെങ്കിൽ വേദപുസ്തകം പറയുന്ന പോലെ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഉണ്ണുവാനും ഉടുക്കുവാനും ഭക്ഷിപ്പാനുമുള്ളത് അവൻ ചേർത്ത് തരുന്ന ക്രിസ്തുവാണ്. അതിനെ തേടിപ്പോകരുത്. തേടേണ്ടത് മഹത്വത്തിന്റെ ക്രിസ്തുവിനെയാണ്. ഈ മഹത്വത്തിന്റെ ക്രിസ്തു എങ്ങനെ അകത്തു വരുമെന്ന് ഞാൻ ചില വാക്കുകൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാനിടയായി. പാപം ചെയ്ത് ദൈവത്തിന്റെ ശത്രുവായി നരകത്തിന് വിധിക്കപ്പെട്ട മനുഷ്യൻ പിശാചിനാൽ നഷ്ടപ്പെട്ട് അവന്റെ ഇംഗിതത്തിന്റെ പേക്കോലമായി മാറിക്കിടക്കുമ്പോൾ മനുഷ്യവർഗത്തെ സ്നേഹിച്ച ദൈവപുത്രൻ തന്റെ ശരീരത്തിന്മേൽ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപങ്ങളും പേറിക്കൊണ്ട് അത് ഏറ്റെടുത്ത് ക്രൂശിൽ തറച്ചു. മനുഷ്യവർഗത്തെ ബന്ധിയാക്കിയ പിശാചിനോട് പറഞ്ഞു, നിന്റെ മുഴുവൻ ആയുധവും എൻ്റെ കീഴിൽ വെക്കാം. അവനത് വെച്ചു. അതിന് വിജയോത്സവം കൊണ്ടാടി. എന്നിട്ടാ വിളിച്ചു പറയുന്നതോ, ഈ രക്ഷകനായ മശിഹായെ സ്വീകരിപ്പാൻ ദൈവോത്തരൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത്, ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയാൽ ഇതൊരു പകരം ന്യായവിധിയുണ്ട്. ഇന്ന് രാത്രി ഈ പന്തലിനകത്ത് ഈ ഓഡിറ്റോറിയത്തിൽ ഈ പന്തലിന്റെ കീഴിൽ ഇരിക്കുന്നവരാരെങ്കിലും ഈ മഹത്വത്തിന്റെ ക്രിസ്തുവിനെ ഇതുവരെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട രാത്രിയാണ്. ആ പീഡികയുടെ തിണ്ണയിലും കവലയിലും വീടുകളിലും ഇരുന്നോ വെട്ടത്തു വരുവാൻ കഴിയാതെ രഹസ്യമായി കേൾക്കുന്നവരെയും എൻ്റെ യേശു സ്നേഹിക്കുന്നു. പാപത്തിന്റെ വലിപ്പം നോക്കിയോ, ജാതിയുടെ പേരിലോ വർഗം നോക്കിയോ, പണത്തിന്റെ ഊര് കണ്ടിട്ടല്ല അവൻ സ്നേഹിച്ചതോ. നീ പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് വിധിക്കപ്പെട്ടവളാണെന്ന് അറിഞ്ഞിട്ടും നിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ നേർച്ച കാഴ്ചകൾക്കും വഴിപാടുകൾക്കും നിന്റെ പിതൃ പാരമ്പര്യത്തെ രക്ഷിപ്പാൻ കഴിയാതെ നീ നരകത്തിലേക്ക് നടന്നു തുടങ്ങുമ്പോൾ നിന്നെ സ്നേഹിപ്പാൻ ഒരുവൻ മാത്രം, അത് മഹത്വത്തിന്റെ ക്രിസ്തു. അവൻ നിനക്ക് വേണ്ടി ചെയ്ത ഈ വലിയ രക്ഷണ്യ പ്രവൃത്തി ഇന്ന് രാത്രി ഏറ്റെടുത്തോ. ആ മഹത്വത്തിന്റെ ക്രിസ്തുവിനെ അകത്തേക്ക് സ്വീകരിപ്പാൻ മനസ്സുണ്ടോ? ആ മഹത്വത്തിന്റെ ക്രിസ്തു അകത്ത് വന്നവരോട് വീണ്ടും ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, രക്ഷയിലേക്ക് വിളിച്ചത് അതിലൊതുങ്ങി നിൽക്കാനല്ല, മഹത്വത്തിന്റെ ആത്മാവിനെ പ്രാപിക്കാനാ. മരോട്ടിച്ചാൽ സഭയോട് ഞാൻ ആ ദൂത് വിളിച്ചു പറയട്ടെ, രക്ഷയിൽ മഹത്വത്തിന്റെ രക്ഷകനെ അകത്ത് പ്രാപിച്ചാൽ മാത്രം പോരാ, മഹത്വത്തിന്റെ ആത്മാവ് അകത്തു വസിക്കുവാനിടയാകണം. ഈ മഹത്വത്തിന്റെ ആത്മാവിനാലാണ് ക്രിസ്തുവിന്റെ നാളിൽ അവൻ നമ്മെ ഉയർപ്പിക്കുവാനിടയാകുന്നത്. അത് ഉയർപ്പിച്ചാൽ മാത്രമേ മഹത്വത്തിന്റെ ശരീരം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ആ മഹത്വത്തിന്റെ ശരീരമുള്ളവർ മാത്രമേ അവന്റെ മഹത്വത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്തിനു വേണ്ടിയാ എന്നെ വിളിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാ ഈ സുവിശേഷം പ്രഘോഷിക്കുന്നത്? ഈ ലക്ഷ്യം, ഈ സത്യം ഏറ്റെടുക്കുവാൻ ഞാൻ നിങ്ങളുടെ ദൈവസ്നേഹത്തിൽ ഉറപ്പിക്കും. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഒരു നിമിഷം നിങ്ങളുടെ നിലവാരം നിങ്ങൾ അറിയുന്നു, ഞാൻ നിങ്ങളുടെ ഉള്ളങ്ങളൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് ഈ രാത്രി ആ രക്ഷിപ്പാൻ കഴിയുന്ന യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ മടന്നു വരാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും അവരവരുടെ സ്ഥിതിഗതികളെ മനസ്സിലാക്കി എന്തിനു വേണ്ടി എന്നെ വിളിച്ചത്, ഒന്നാമത്തെ കാര്യം മുതൽ നാലാമത്തെ കാര്യം വരെ വിശദീകരിപ്പാനിടയായി. ഒന്നിൽ നിൽക്കുന്നതല്ല, ഒടുവിൽ അവന്റെ മഹത്വത്തിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ആ വലിയ മഹത്വം പ്രാപിപ്പാൻ ഇന്ന് രാത്രി ഈ സുവിശേഷ കേൾവിയിടയാകട്ടെ. നോട്ടീസ് കാണിച്ചതുപോലെ ശാസ്ത്രീയ വിഷയങ്ങൾ പങ്കുവയ്ക്കുവാൻ എന്നേക്കാൾ ശ്രേഷ്ഠനായവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. എന്നെ ഏൽപ്പിച്ച ദൗത്യം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാകയാൽ ആ സത്യം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ മഹത്വത്തിന്റെ ക്രിസ്തു ഉള്ളവരായി, മഹത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവരായി, മഹത്വത്തിന്റെ ശരീരം പ്രാപിക്കേണ്ടതിന് വേണ്ടി ഉത്സാഹത്തോടെ മുന്നേറി മഹത്വത്തിന്റെ രാജ്യത്തിൽ ഒരുമിച്ച് കാണുവാൻ നമ്മെ എല്ലാവരെയും ദൈവം ഇടയാക്കട്ടെ. ഈ സുവിശേഷത്തിന്റെ സത്യം വിളിച്ചറിയിപ്പാൻ എന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികളോട് നന്ദി പറയുന്നു. ലഭിച്ച സന്ദർഭം അവസാനമാണ് നമുക്കറിയത്തില്ല. ആരും നഷ്ടപ്പെടുത്താതെ മഹത്വം പ്രാപിപ്പാൻ, യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ ഈ സുവിശേഷ കേൾവി എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു പാട്ടിൻ്റെ വരികൾ പാടിക്കൊണ്ട് നമുക്ക് ധ്യാനത്തോടെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവം നമ്മെ ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ.
ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ. രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവാങ്കൽ നീന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവാങ്കൽ നീ ഇന്ന്. എത്ര നാൾ വൃഥാവായോടി മനുഷ്യ നിൻ ജീവിതം. എത്ര നാൾ വൃഥാവായോടി മനുഷ്യ നിൻ ജീവിതം. ലോകത്തിൻ്റെ ഇമ്പം തേടി കഴിച്ചു നീവിധം. ഇന്നു തന്നെ യേശു നിന്നെ, ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവാങ്ക നീന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവാ ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ. രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. കേൾപ്പിച്ച ദൈവിക സന്ദേശത്തിന് മുന്നിൽ ഇന്ന് രാത്രി നമ്മെ ഫലമേൽപ്പിച്ച്, കർത്താവിൻ്റെ ദാസനെ ഫലമേൽപ്പിച്ച് കണ്ണാരിന്ന് കടന്നു വന്ന കുഞ്ഞേട്ടൻ കടന്നു വന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളെ അളകൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രികാലം കർത്താവേ അതിൻ്റെ ദാസന് കൂടി കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവേ ദേശത്തോട് മാറ്റമില്ലാത്ത വചനം കർത്താവേ അതിൻ്റെ ദാസനിൽ കൂടി കർത്താവേ അവിടുന്ന് കേൾപ്പിച്ചല്ലോ. കർത്താവേ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവശക്തിയുമാകുന്നു. കർത്താവേ ഇന്ന് രാത്രികാലം കേൾപ്പിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ കർത്താവ് ഞങ്ങളെ രക്ഷയ്ക്കായി വിളിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഒരു കാലത്ത് കർത്താവെ പാപത്തിൽ കിടന്ന അന്ധകാരത്തിൽ കിടന്ന ഞങ്ങളെ ഹല്ലേലൂയ അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ കർത്താവെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജീയ പുരോഹിത വർക്കും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി ഞങ്ങളെ തീർത്തു. കർത്താവെ ആ രക്ഷയെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം മരോട്ടിച്ചാല് ദേശത്തോട് കർത്താവിന്റെ ദാസൻ കൂടി കേൾപ്പിച്ച ആ വചനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിക്ഷ
ശിഷ്യന്മാരായി. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇന്ന് രാത്രികാലം ഈ കേൾപ്പിച്ച വചനപ്രകാരം കർത്താവെ ദേശനിവാസികള് കേട്ട വ്യക്തികൾ കർത്താവെ അവർ സ്വതന്ത്രരായി തീരുവാൻ, കർത്താവ് രക്ഷിതമായി സ്വീകരിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരുത്തരും രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല കർത്താവെ. ആ നാമത്തെ ഞങ്ങൾ ഇന്ന് രാത്രികാലം ഉയർത്തിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. രാത്രികാലം കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവർക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. കേട്ട ഒരു വ്യക്തി പോലും നശിച്ചു പോകാൻ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ക്രിസ്തുവിനോട് കൂടെ അവനോടുകൂടെ കർത്താവിനെ എതിരേൽപ്പാൻ വേഗങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുക. വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിച്ചോളും. കർത്താവെ കേട്ട വചനപ്രകാരം ഞങ്ങൾ ആശ്വസിക്കട്ടെ. കർത്താവിന്റെ വരുവരെയും അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ശുശ്രൂഷിച്ച ദൈവാസന ദൈവം അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ ദേശത്തുള്ള ദൈവസഭകളെ അനുഗ്രഹിക്കണമേ. ദൈവദാസന്മാരെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമസൂക്ഷികളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്വതന്ത്ര യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നത് കൃപയോടെ കേട്ട ഉത്തരമല്ലുമാറാകണമേ. ആമീൻ. ദൈവത്തെ മഹത്വപ്പെടുത്തി മടങ്ങി പോകുവാൻ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. അല്പനിമിഷം കർത്താവിനെ പാടി ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിറങ്ങി വന്നിടുമ്പോൾ ആ സന്തോഷം പ്രാപിക്കുവാൻ, ആ മഹത്വം പ്രാപിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കരങ്ങളെ തട്ടി പ്രത്യാശയോടെ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം. സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം. മധ്യാകാശത്തിൽ മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുവേ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുവേ. സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. ജീവനോടികൂടെ പാർക്കും ശുദ്ധ പ്രാപിക്കും ആദരത്തിൽ, ജീവനോടികൂടെ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കും ആദരത്തിൽ. ഗീതാസ്വരത്തോടും അക്കോടും കൂടെ, ഗീതാസ്വരത്തോടും അക്കോടും കൂടെ വിണ്ണൂലകം പോകും, വിണ്ണൂലകം പോകും, വിണ്ണൂലകം പോകും ദൂതതുല്യരായി. വിണ്ണൂലകം പോകും, വിണ്ണൂലകം പോകും, വിണ്ണൂലകം പോകും ദൂതതുല്യരായി. നാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാമയാകും വിശുദ്ധ സഭ. മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന മണിയറയ്ക്കുള്ളിൽ പ്രത്യാശയോടെ സന്തോഷത്തിനായി സന്തോഷം, എന്തു സന്തോഷം, എന്തു സന്തോഷം, എന്തു സന്തോഷം, എന്തു സന്തോഷം.
തന്റെ കാന്തയാകും വിശുദ്ധ സഭ കുഞ്ഞാട്ടിൻ കല്യാണ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാവും അവൾക്ക് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാവും അവൾക്ക് കുഞ്ഞാട്ടിൻ കല്യാണ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ കുഞ്ഞാട്ടിൻ കല്യാണ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ